അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നില്ല എന്ന സൂചന നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെയുള്ള പ്രശ്നമാണത്. എനിക്ക് ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും നല്ല ബന്ധമുണ്ട്. ഈ പ്രശ്നം തീർച്ചയായിട്ടും ഗൗരവമുള്ളതാണ്. ഇത് പക്ഷെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമല്ലോ, അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടില്ല, അല്ലെങ്കിൽ അമേരിക്ക കശ്മീരിൽ ഇടപെടില്ല എന്ന് സൂചന, ട്രംപ് ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഉടനെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ട്രംപ് ഇന്ത്യക്കെതിരാണോ. മാത്രമല്ല, ട്രംപ് പറഞ്ഞു അമേരിക്ക ഇന്ത്യയുമായിട്ടും അതുപോലെ പാകിസ്ഥാനുമായിട്ടും നല്ല സൗഹൃദമുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇനി ട്രംപ് ഇന്ത്യക്കെതിരാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നാം. ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ലോകം അടിമുടി മാറിയിരിക്കുകയാണ്. നമ്മളിത് മനസ്സിലാക്കാതെ നമ്മൾ ഈ വിഷയത്തെ സമീപിച്ചിട്ട് കാര്യമില്ല. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമേരിക്ക ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്റെ കാരണം അന്ന് അഫ്ഗാനിസ്ഥാൻ വിഷയമുണ്ടായിരുന്നു, അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ അമേരിക്കയിൽ ഉണ്ടായ ഭീകരാക്രമണം, ഇതൊക്കെ ഒരു കാരണമായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതിയിൽ കാര്യമായ മാറ്റം വന്നു. ഇന്ന് റഷ്യയേക്കാൾ കൂടുതൽ അമേരിക്ക ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത്, വിശേഷിച്ച് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് ചൈനയാണ്. മാത്രമല്ല, ഈ ശീതയുദ്ധ കാലത്ത് ഉണ്ടായിരുന്നത് പോലത്തെ ഒരു സ്ഥിതി അല്ല ഇത്. ഇന്നൊരു മൾട്ടിപോളാർ വേൾഡിലേക്ക് ലോകം നീങ്ങുകയാണ്. ആ മൾട്ടിപോളാർ വേൾഡിൽ US ഇപ്പോഴും മേജർ പവറാണ്, റഷ്യ ഒരു വലിയ പവറാണ്, ചൈന ഒരു വലിയ പവറാണ്. ആ കൂട്ടത്തിലേക്ക് ഒരു മേജർ പവറായിട്ട് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളല്ല പറയുന്നത്, ലോകരാജ്യങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ പറഞ്ഞ കാര്യമാണ്, 3 അല്ല 4 മേജർ പവേഴ്സ് ഇന്ന് ലോകത്തുണ്ടെന്ന്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനെ തിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ ഇന്ത്യക്കാർ വെറുതെ ഇരുന്ന് നമ്മൾ വലിയ പവറാണേ എന്ന് പറയുന്നതല്ല. അപ്പോൾ ഇന്ത്യ ഒരു മേജർ പവറാണ് എന്നുള്ളത് ലോകത്തിന് അറിയാം. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരിക്കലും ഇന്ത്യക്കെതിരായിട്ട് പോവില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ട്രംപ് പറഞ്ഞതുപോലെ പറയാൻ പറ്റൂ, എനിക്ക് ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും നല്ല ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. ഇതിനു മുമ്പും അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഇന്ത്യക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നോക്കൂ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇദ്ദേഹത്തിന്റെ രീതികൾ വളരെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. പരസ്യമായിട്ട് ഇന്ത്യ ഒരു താരിഫ് ചുമത്തുകയാണ്, ഇന്ത്യ അനീതി കാണിക്കുകയാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടേ അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ട്രംപ് എടുത്തു പറഞ്ഞൊരു പേരാണ് ഇന്ത്യ. ഇന്ത്യയാണ് താരിഫിന്റെ കാര്യത്തിലെ രാജാവെന്ന് വരെ പറഞ്ഞു, അല്ലേ? അത്ര താരിഫാണ് ചുമത്തുന്നതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് താരിഫ് ചുമത്തിയപ്പോൾ ഏറ്റവും കുറവ് താരിഫ് ഉണ്ടായത് ഇന്ത്യക്കാണ്. വിയറ്റ്നാമിനും ചൈനയ്ക്കും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾക്ക് പോലും മുടിഞ്ഞ താരിഫ് അടിച്ചു കൊടുത്തപ്പോഴും ഇന്ത്യക്ക് വളരെ കുറവായിരുന്നു. മാത്രമല്ല, ഇപ്പൊ എല്ലാ രാജ്യങ്ങളുടെയും താരിഫ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ചൈനയുടെ താരിഫ് 245% നിലനിർത്തിയിരിക്കുകയാണ്. സോ ട്രംപിന്റെ സ്റ്റാൻഡ്, ഇന്ത്യയോടുള്ള സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയാണ്. ഇനി എന്തുകൊണ്ട് അദ്ദേഹം ഇടപെടില്ല എന്ന് പറഞ്ഞു? അതിന് കാരണം ഇന്ത്യയാണ്. നമ്മൾ ഈ വിഷയത്തെ അങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. കഴിഞ്ഞ തവണ ട്രംപ് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യക്കും അതുപോലെ പാകിസ്ഥാനും ഇടയിൽ സമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അന്ന് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇടപെടാം, എനിക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. ശരിയാണ്, അമേരിക്കയ്ക്ക് പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ട്. കാരണം അമേരിക്ക വരച്ച വരയിൽ പാകിസ്ഥാൻ നിൽക്കും. കാരണം അവരുടെ ഒരു സാമന്ത രാജ്യമായിരുന്നു ഈ പാകിസ്ഥാൻ. ഇന്നിപ്പോ അമേരിക്കയുടെ അടുത്തുനിന്ന് കാര്യമായ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് ചൈനയുടെ കാല് പിടിച്ച് നടക്കുന്നത്. അമേരിക്ക ഒന്ന് മോനെ ഇങ്ങ് വാടാന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ മിലിറ്ററിയും ഗവൺമെന്റും. നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിൽ കയറി വാടാ മക്കളെ എന്നൊരു വാക്ക് കേൾക്കാൻ ഗേറ്റിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നത് പോലെ ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ. അമേരിക്ക ഒന്ന് വിളിച്ചാൽ മതി, പക്ഷെ അമേരിക്ക വിളിക്കുന്നില്ല. കാരണം അവർക്ക് ഇന്ത്യ ഇനി പിണക്കാൻ പറ്റില്ല. ലോകം മാറിപ്പോയി. കഴിഞ്ഞ നൂറ്റാണ്ടല്ല ഇപ്പൊ ഇന്ത്യ ഒരു മേജർ പവറായിട്ട് വരുന്ന സ്ഥിതിക്ക് ഇനി ഇന്ത്യ പിണക്കുന്നത് ശരിയല്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഒരു കൈ അകലത്തിൽ നിർത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞ് 2 രാജ്യങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലവും ഇന്ത്യയുമായിട്ടുള്ളതിനേക്കാളും ഊഷ്മളവും വളരെ ശക്തവുമായ ബന്ധം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്നതാണ്. അത് മാറുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ കഴിഞ്ഞ 2017 അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതായത് ഒബാമ മാറി ട്രംപ് വന്നപ്പോഴാണ് ആ ഒരു പോളിസിയിൽ ഒരു മേജർ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിരുന്ന ഫണ്ട് നിർത്തലാക്കിയതും ട്രംപാണ്. അത് വീണ്ടും ചെറിയ തോതിലേക്ക് ഇപ്പൊ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് പഴയതുപോലെ ഇപ്പൊ കൊടുക്കുന്നില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടാം, അമേരിക്ക ഇടപെടണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ മോദി പറഞ്ഞു ഒരു ഇടപെടലിന്റെയും ആവശ്യമില്ല, ഇത് എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമുള്ളൂ,
ഞാനിത് കൈകാര്യം ചെയ്യും. അഭിനന്ദൻ വർദ്ധമാനെ അവർ വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ 100 വർഷത്തേക്ക് അവർ എണീക്കാത്ത പണി ഞാൻ കൊടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞു. ഇക്കാര്യം സാക്ഷാൽ ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂട്യൂബിൽ പോയാൽ കാണാം. അപ്പൊ ട്രംപ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരിക്കലും ട്രംപ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കില്ല. ചിലപ്പോ ഭയങ്കരമായിട്ട് യുദ്ധത്തിലേക്ക് പോവാണെങ്കിൽ ഒന്നും കൂടി ചോദിച്ചേക്കാം. പക്ഷെ ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ട്രംപ് വീണ്ടും അതിൽ ചോദിച്ച് ഇളിഭ്യനാവാൻ നിൽക്കില്ല. മറിച്ച് ഇന്ത്യക്ക് എല്ലാ സപ്പോർട്ടും അമേരിക്ക നൽകുകയുള്ളൂ. തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തെ അമേരിക്കയും ഇസ്രായേലും നമ്മുടെ റഷ്യ ഉൾപ്പെടെ സകല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യും. അക്കാര്യത്തിൽ ഒരു പിന്തുണയും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്രവാദം വളരെയധികം കുറച്ചത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ഇന്ന് പാകിസ്ഥാൻ അറിയാം അത് അവർക്ക് തന്നെ പണിയാകുമെന്ന്. പക്ഷെ ഇപ്പോ അതിന്റെ കൃത്യമായ കാരണം എന്താണെന്നൊക്കെ ഇനി നമുക്ക് വഴിയെ മനസ്സിലാവും. പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണത്തിന് പിന്തുണ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് പാകിസ്ഥാന് വലിയ വില അതിനവർ കൊടുക്കേണ്ടി വരും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാലും അമേരിക്ക നേരിട്ട് ഒരിക്കലും ഒരു കക്ഷിയുടെയും കൂടെ നിൽക്കില്ല. അതിപ്പോ ഇന്ത്യ നിന്നോ, ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ നേരിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ആയുധങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഹമാസിനെതിരായിട്ട് ഒരു വലിയ നേരിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ത്യൻ ഷിപ്പുകൾ ഈ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോയി എന്ന ആരോപണമുണ്ട്. അത് ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുമില്ല. അപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ ഇങ്ങനെ കാര്യങ്ങൾ വർക്കാവുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ നേരിട്ട് വന്നിട്ട് ട്രംപ് ചാടി ഇറങ്ങി ഞാൻ ഇന്ത്യയുടെ കൂടെയാണ്, നീ ആരടാ പാകിസ്ഥാനെ ഇന്ത്യ തൊടാൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും സംസാരിക്കില്ല. പ്രത്യേകിച്ച് ട്രംപിന് പാകിസ്ഥാനെയും ആവശ്യമുണ്ട്. ഇറാൻ അവിടെ കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഇറാനെ അടിക്കേണ്ടി വന്നാൽ പാകിസ്ഥാനെ വീണ്ടും അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പേസ് അവിടെ നിർത്തിയിട്ട് മാത്രമേ US ഇതിനകത്ത് ഇടപെടൂ. ഇസ്രായേലിന്റെ കാര്യത്തിലുള്ള അമേരിക്കയുടെ താല്പര്യം വേറെയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് രണ്ടും രണ്ടല്ല, അത് ഒന്നാണ്. ഇസ്രായേലും അമേരിക്കയും രണ്ടും രണ്ടായിട്ടില്ല. ഇപ്പോഴും ഏഷ്യയിലുള്ള അമേരിക്കയുടെ ശക്തി പ്രകടനമാണ് ഇസ്രായേലിലൂടെ അവർ നടത്തുന്നത്. ഇസ്രായേൽ അമേരിക്കൻ എക്കണോമിയിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ടെക്നോളജിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. മറിച്ച് നമ്മളും അമേരിക്ക അങ്ങനെയല്ല. മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്. രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ ചരിത്രമുള്ള രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇസ്രായേലിന്റെ കാര്യത്തിൽ അമേരിക്ക കാണിക്കുന്ന വ്യഗ്രതയും കരുതലും ഇന്ത്യയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. അതുകൊണ്ട് ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ചൈന വിഷയങ്ങളിൽ അതിനകത്ത് ഒരു തർക്കവും വേണ്ട. ബട്ട് അമേരിക്കൻ പ്രസിഡന്റിന് പരസ്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റൂ, ഞാൻ ഈ വിഷയത്തിൽ ഇടപെടില്ല എന്ന സൂചനയെ നൽകാൻ പറ്റൂ. അതല്ലെങ്കിൽ രണ്ടുപേരും എൻ്റെ സുഹൃത്താണെന്നേ പറയാൻ പറ്റൂ. ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയും അത് തന്നെയാണ് ചെയ്യാറ്. യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായി റഷ്യയുടെ കൂടെയാണ്. പക്ഷെ നമ്മൾ വലിയ ഡയലോഗൊക്കെ പറയും, യുദ്ധം ഒന്നിനും പരിഹാരമൊന്നുമല്ല, നിങ്ങൾ യുദ്ധം ചെയ്യരുത്, രണ്ടുപേരും യുദ്ധം അവസാനിപ്പിക്കുക, രണ്ടും നമ്മുടെ വേണ്ടപ്പെട്ടവരാണെന്നേ നമ്മൾ പറയൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ താല്പര്യം റഷ്യയോടാണ്. ഇത് തന്നെയാണ് ഇവിടെയും. അമേരിക്കയ്ക്ക് താല്പര്യം ഇക്കാര്യത്തിൽ ഇന്ത്യയോടാണ്. പ്രത്യേകിച്ച് ട്രംപിന്. ഒരുപക്ഷെ ബൈഡൻ ആണെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടി വന്നേനെ. ട്രംപിന് താല്പര്യം ഇന്ത്യയോടാണ്. ബട്ട് അദ്ദേഹം പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസേഴ്സ്, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തുളസി ഗബ്ബാർഡ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും വളരെ പരുഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ നിലപാട് ഇന്ത്യക്കൊപ്പമാണ്. എന്നാൽ പാകിസ്ഥാനെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ അവർ പിണക്കാതെ അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.